ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആടുകളുടെ മതിലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടോക്കാം. അപ്പോൾ ഈ ഒരു ആട് കാണിക്കുന്ന കണ്ടില്ലേ, വാലിട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ടാകും. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം ആടിന് മതി ഇളകിയിട്ടുണ്ടെന്ന്. അപ്പോൾ കൊണ്ടുപോയിട്ട് ക്രോസ് ചെയ്യിക്കാവുന്നതാണ്. ആടുകൾ വാലിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ചിലത് സൈലൻ്റ് ആയിരിക്കും കേട്ടോ, അങ്ങനെ ഒരുപാട് ഒച്ചയിടൊന്നുമില്ല. അതിനു വേണ്ടി ചില ആടുകൾ ഒച്ചയിട്ടുകൊണ്ടേയിരിക്കും. എന്നത്തേക്കാളും കൂടുതൽ കരയുന്നുണ്ടെങ്കിൽ, മതി ഇളകാത്ത ആടുകൾ പ്രത്യേകിച്ച് അങ്ങനെ കരയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം മതി ലക്ഷണമാണെന്ന്. അപ്പോൾ കൊണ്ടുപോയിട്ട് ക്രോസ് ചെയ്യിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ചെയ്യാവുന്നതാണ്, തീരെ മതി ഇളകാത്ത ആടുകൾ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലത്തെ വലിയൊരു മുട്ടനാടിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നിർത്താവുന്നതാണ്. അപ്പോൾ കുറച്ച് സമയമൊക്കെ നിർത്തുമ്പോൾ മുട്ടനാടിൻ്റെ സ്മെല്ലടിക്കുന്ന സമയത്ത് അവർക്ക് മതി ഇളകുന്നതാണ്. ഏതായാലും പ്രസവിച്ചിട്ടൊരു 3 മാസം കഴിഞ്ഞതിന് ശേഷം ക്രോസ് ചെയ്യിച്ചാൽ മതി കേട്ടോ. അതുവരെ നിങ്ങളൊന്നും ചെയ്യേണ്ട. ഒരു 3 മാസത്തെ ഒരു ഇടവേള കൊടുക്കണം ഒരു പ്രസവം കഴിഞ്ഞിട്ട് ആടിന്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സെയിൽ വീഡിയോകൾ വരുന്നതാണ് കേട്ടോ. സെയിൽ വീഡിയോയിൽ വന്നിട്ടുള്ള ആടുകളാണ്. അപ്പോൾ നിങ്ങൾക്കും കയ്യിൽ എന്തെങ്കിലും സെയിലിനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ്. വീഡിയോയുടെ ലാസ്റ്റ് വിൽക്കാനുള്ളതിൻ്റെ വീഡിയോ അയക്കാനുള്ള നമ്പർ കൊടുക്കുക കേട്ടോ. വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നിങ്ങൾ വിളിക്കുകയേ ചെയ്യരുത്. വാട്സപ്പിൽ വിൽക്കാനുള്ളതിൻ്റെ നിങ്ങളുടെ കയ്യിൽ ആടുകളോ എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ അതിൻ്റെ വാട്സപ്പിൽ അയച്ചിട്ടാൽ മതി കേട്ടോ. നമ്മൾ സെയിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ വലിയ മുട്ടനാടുകളൊക്കെ ഉണ്ടാകും. എന്നാലും അവരെന്ന് സ്ഥിരമായിട്ട് കാണുമ്പോൾ ചില അമ്മയാടുകൾക്ക് പിടിക്കാറില്ല കേട്ടോ. ചിലർ പിന്നെ മാറ്റിയിടുന്നത് കുഴപ്പമില്ല. വേറെ ഒരു കൂട്ടിൽ കുറച്ച് അപ്പുറത്ത് മാറ്റിയിടുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. ഇടയ്ക്കൊക്കെ വിടുന്ന സമയത്ത് കുഴപ്പമില്ല. സ്ഥിരമായിട്ടൊരു കൂട്ടിൽ വേറൊരു മുട്ടനാടുണ്ട്, അപ്പോൾ ഇവർക്ക് അതിന് ഇഷ്ടപ്പെടില്ല. എന്ന് വെച്ചാൽ ഇവർക്ക് പിന്നെ വേറെ പുറത്തുനിന്നും ഒരാടിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മതി ഇളകും. അപ്പോൾ നിങ്ങൾ മതി ഇളകാതെ നിൽക്കുന്ന ആടുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. വലിയ മുട്ടനാടുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോയി കെട്ടിയാൽ പെട്ടെന്ന് തന്നെ അവർക്ക് മതി ഇളകുന്നതാണ്. മതി ലക്ഷണം കാണിക്കും. പിന്നെ ചില ആടുകൾക്ക് സൈലൻ്റ് ആയിരിക്കും, അവരങ്ങനെ ഒച്ചയിടുകയോ ഒന്നും ചെയ്യില്ല. ചില ആടുകൾക്ക് ചെറുതായിട്ട് വെള്ള നിറത്തിൽ ഡിസ്ചാർജ് പോവാറുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം മതി ലക്ഷണമാണെന്ന്. അപ്പോൾ ഇളകിയ ഉടനെ തന്നെ എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതി കേട്ടോ. അപ്പോൾ രാവിലെയോ വൈകുന്നേരമോ ഒക്കെ കൊണ്ടുപോയാൽ മതി. ഇപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് ലക്ഷണം കാണുന്നെങ്കിൽ നാളെ രാവിലെ കൊണ്ടുപോയി ക്രോസ് ചെയ്യിപ്പിച്ചാലും മതി. പിന്നെ അതല്ല, തീരെ ഇളകാത്ത ആടുകളാണെങ്കിൽ കണ്ട ഉടനെ കൊണ്ടുപോയിക്കോട്ടെ. ചില ആടുകൾക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ മതി ലക്ഷണം ഉണ്ടാവാറുള്ളൂ. അതിനുവേണ്ടി ചില ആടുകൾക്ക് 2 ദിവസവും 3 ദിവസമൊക്കെ മതി ലക്ഷണം അതുപോലെ തന്നെ നിൽക്കാറുണ്ട്. പിന്നെ നമ്മളോട് തന്നെ പലരും ചോദിക്കാറുണ്ട് കേട്ടോ, ക്രോസ് ചെയ്ത് കൊടുന്നു ഇപ്പോൾ 2 ദിവസമായി വീണ്ടും അങ്ങനെ മതി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന്, ആ വെളുത്ത ഡിസ്ചാർജ് കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല. ചില ആടുകൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ ആ ഒരു മതിയുടെ സമയം കഴിയുന്നത് വരെ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചിട്ട് വീണ്ടും കൊണ്ടുപോകേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ വാലിട്ടടിക്കുക. പിന്നെ ചില ആടുകൾ ഭയങ്കരമായിട്ട് കരച്ചിലായിരിക്കും. അപ്പോൾ എന്നത്തേക്കാളും പ്രത്യേകിച്ചൊരു വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ അവർക്ക് മതിലക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ മുട്ടനാടിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അവരെന്നെ സ്വയം ഓടി ചെല്ലും അടുത്തെത്തും കേട്ടോ. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയി കെട്ടിയാൽ മതി. പിന്നെ ഏകദേശം ചില ആടുകൾ കറക്റ്റായിട്ട് മതി കാണിക്കാറുണ്ട്. ഒരു 22 ദിവസം 25 ദിവസത്തിനുള്ളിലൊക്കെ ആയിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെന പിടിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും മതി കാണിക്കും. അപ്പോൾ അത് നിങ്ങൾ ക്രോസ് ചെയ്ത ഡേറ്റ് കറക്റ്റായിട്ട് എഴുതി വെക്കുക. പിന്നെ ചില ആടുകൾ മതി കാണിക്കാറേ ഇല്ല. അങ്ങനത്തെ ആടുകളെ നിങ്ങൾ വലിയ മുട്ടനാടിൻ്റെ അടുത്ത് കൊണ്ടുപോയി കെട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു മണം കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മതി ലക്ഷണം കാണിക്കുന്നതാണ്. അപ്പോൾ വാലിട്ടടിക്കുക, വെളുത്ത ഡിസ്ചാർജ് പോവുക, കരയുക, അങ്ങനെയുള്ള ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആടുകളെ ക്രോസ് ചെയ്യിക്കണം. പിന്നെ കറക്റ്റായിട്ട് ഡേറ്റ് കൊടുക്കണം കേട്ടോ. ഒരു പ്രസവം കഴിഞ്ഞ് 3 മാസമെങ്കിലും കഴിഞ്ഞിട്ട് വേണം ക്രോസ് ചെയ്യാനായിട്ട്. ആടുകളുടെ ആരോഗ്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് സെയിൽ വീഡിയോകൾ ഉണ്ടെങ്കിൽ അയക്കാവുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിവർ ടോണിക്കുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. നല്ല ആയുർവേദിക് ലിവർ ടോണിക്കുകളൊക്കെ ഉണ്ട്. വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ അതിൻ്റെ ഓൺലൈനായിട്ട് വാങ്ങാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. അതിൽ അഡ്രസ്സ് മാത്രം കൊടുത്താൽ മതി, സാധനം വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഹൈപ്പ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ